ഹലോ, വെൽക്കം ബാക്ക് ടു ദ ലൈഫ് ലെസൺസ് പാർട്ട് 4. ഓക്കെ, സോ ഇന്നത്തെ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഈ ലൈഫ് ലെസൺ ഞാൻ പഠിച്ചത് ഈ വളരെ അടുത്താണ്. ഓക്കെ, ആൻഡ് അതെൻ്റെ കൗൺസിലിംഗ് ആൻഡ് സ്കിൽസ് ടെക്നിക്സിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ പ്രൊഫസർ വന്നിട്ട് അന്നത്തെ ആ സെഷൻ പ്രൊഫസർ തുടങ്ങിയത് വാസ് ലൈക്ക്, ഓക്കെ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ഇറ്റ്സ് റോങ്, പക്ഷെ നമ്മളത് ആരും റിയലൈസ് ചെയ്യുന്നില്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. വാസ് ലൈക്ക് ഓക്കെ, എന്താണെന്ന് നോക്കാം എന്നുള്ള രീതി. ആൻഡ് ഷീ ടോൾഡ് ഇറ്റ്സ് ബ്ലെയിമിങ്. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എങ്ങനെ ബ്ലെയിമിങ്, എന്താ, എങ്ങനെയാ ബ്ലെയിമിങ് എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ എങ്ങനെയാ നമ്മളൊക്കെ അത് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, സംതിങ് ദറ്റ് ഈസ് വെരി ഈസി ടു ഡു ഇസ് ടു ബ്ലെയിം സംതിങ് ഓർ സംവൺ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും കുറ്റം, ലൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനത്തെയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ഏതെങ്കിലും ഒരാളെയോ ബ്ലെയിം ചെയ്യുന്നതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. സോ അതെനിക്ക് നമ്മളൊക്കെ എന്നെ ആലോചിച്ചു, യാ ഇറ്റ്സ് ട്രൂ. നമ്മൾ എണീക്കുന്ന മുതൽ ഉറങ്ങുന്ന വരെ എന്തോരം സാധനത്തിനെ ബ്ലെയിം ചെയ്യുന്നുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ എണീക്കാൻ വൈകി, അലാറം അടിച്ചില്ല, അലാറത്തിന്റെ പ്രശ്നം. പക്ഷെ അത് വെക്കാതിരുന്ന നമ്മുടെ പ്രശ്നമല്ല. കോളേജിൽ ലേറ്റ് ആയിട്ട് എത്തി അല്ലെങ്കിൽ ഓഫീസിൽ ലേറ്റ് ആയിട്ട് എത്തി, ട്രാഫിക് ആയിരുന്നു, ട്രാഫിക്കിന്റെ പ്രശ്നം അല്ല. ട്രാഫിക് ഉണ്ടാവും എന്നറിഞ്ഞ് നേരത്തെ ഇറങ്ങാത്ത നമ്മുടെ പ്രശ്നം. സോ നമ്മൾ കണ്ടുപിടിക്കും എന്ത് ബ്ലെയിം ചെയ്യാമെന്ന്. അത് അപ്പുറത്ത് ആരെങ്കിലും ഒരാളെ ബ്ലെയിം ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിനെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പം. അങ്ങനെ നമ്മുടെ പ്രൊഫസർ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കുറെ നാളായിട്ട് നിങ്ങൾ ബ്ലെയിം ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ആലോചിച്ച് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാം, ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങനെ ബ്ലെയിം ചെയ്യുന്നത്? ഞാൻ നല്ല കുട്ടിയാണ്. അപ്പൊ ഇങ്ങനെ അല്ല, നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ എല്ലാവരും ഓരോന്നിനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. സോ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ യെസ്, ദർ ഇസ് വൺ തിങ് ദാറ്റ് ഐ ഓൾവേസ് ബ്ലെയിം അബൌട്ട്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് 8th കഴിഞ്ഞ് 9th പോയപ്പോൾ നമുക്ക് CBSE ഹിന്ദി വേണോ മലയാളം വേണോ ചൂസ് ചെയ്യാം. അപ്പൊ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞു ഹിന്ദി എടുക്കണം. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, കാരണം എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു. ബട്ട് ഐ ന്യൂ മലയാളം വെൽ. So I was like, മലയാളം എടുക്കാം. വീട്ടിൽ നിന്ന് പറഞ്ഞില്ല ഹിന്ദി എടുക്കണം. That's also because my mom is a Hindi teacher and that's very natural for them to do it. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഇന്നും അവര് പഴി കേൾക്കുന്ന ഒരു കാര്യമാണത്. എന്നെ അവരതിനെ നിർബന്ധിച്ചു. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ നിർബന്ധിച്ചിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുള്ള കാര്യം ഹിന്ദി എടുക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അതിന് ഞാൻ ഇപ്പോഴും ബ്ലെയിം ചെയ്യായിരുന്നു അവരെ. ആൻഡ് ദെൻ മാം അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇസ് ഇറ്റ് ആക്ച്വലി ദ മിസ്റ്റേക്ക്? നോ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഞാൻ ഫുൾ എഫേർട്ട് ഇടാത്ത ഒരു സാധനത്തിന് ആരെങ്കിലും ബ്ലെയിം ചെയ്യാനായിട്ട് ഞാൻ ബ്ലെയിം ചെയ്യുന്നതാണ് എൻ്റെ അച്ഛനും അമ്മേനെ. സോ ദെൻ ഐ എം ലൈക്ക്, ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ്, ലെറ്റ്സ് പുട്ട് എ സ്റ്റോപ്പ് ടു ദിസ്. ആൻഡ് ദെൻ ഐ സ്റ്റോപ്പ്. ഓക്കെ, ഇപ്പൊ ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല. They told me just because they wanted me to learn a new subject, but I couldn't do that. That's my mistake, or that's my bad luck. It's not their mistake. I realized it. So അങ്ങനെ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ എന്തോരം സാധനത്തിന് ബ്ലെയിം ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. ബൈ ബൈ, ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.